സത്യം പള്ളി തുറന്നിട്ട് കല്യാണമൊക്കെ പള്ളി വെച്ച് നടത്തണം അല്ലേ? ഞാൻ പള്ളിയിൽ അച്ഛൻ എങ്ങനെ ഉണ്ടാവും? നമുക്ക് കല്യാണം നമ്മുടെ എന്റെ കല്യാണം നടത്താൻ നോക്കി CNB തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കല്യാണം നടത്താൻ വേണ്ടിട്ട്. നമ്മൾ നടത്തിയ കല്യാണം നടത്തിയ പെണ്ണ് 5 കെട്ടിന്ന് അറിഞ്ഞത്. അതുകൊണ്ട് അങ്ങോട്ട് ഇനി കൈവെക്കണ്ടെന്നാണ് ബാബു പറഞ്ഞത്. നമ്മള് സീതാ മഹാലക്ഷ്മി തിരക്കിന്റെ അതെല്ലാവർക്കും അറിയാം. അല്ല നീ വന്നിട്ട് 1 മാസമല്ലേ ഉള്ളു, നിനക്ക് എങ്ങനെ അറിയാം നീ ഇത്ര ചിരിക്കുന്നു? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പേരിട്ടിട്ട് തിരിച്ചാ. സീതാ മഹാലക്ഷ്മി എന്ന് പറയുന്ന ദൈവത്തിന്റെ പേരല്ലേ, അതിനൊക്കെ ചിരിക്കുന്നതിനാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ വന്നപ്പോ ഒരു ബ്ലൂവിനെ പരിചയപ്പെട്ടായിരുന്നു. ഇവിടെ എന്തായിരുന്നു ഇവിടെ എന്തോന്നു ഇത് എല്ലാവർക്കും വെൽക്കം ടു എന്റെ യൂണിവേഴ്സിറ്റിയുടെ 2ാമത്തെ ഭാഗം. ഇനി പക്ഷെ എല്ലാരും ഇങ്ങോട്ട് വരത്തില്ല. സ്കൂളാക്കാൻ വേണ്ടിയാ. നിനക്ക് മറ്റേ സ്ഥലം അനാഥാലയത്തിന് തന്നിട്ട് ഞാൻ ഇത് ഇങ്ങോട്ട് മാറാന്നാ വിചാരിച്ചത്, പക്ഷെ നടക്കത്തില്ലടാ. ഇത് ഇവിടെ കോളേജ് തുടങ്ങാൻ പോണോ? കോളേജ് തുടങ്ങി തിരക്കി, അതെനിക്ക് എങ്ങോട്ടേലും മാറ്റി വെക്കണം. കോളേജാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് സത്യം പറഞ്ഞ ഇതിന്റെ പിറകിലുള്ള ഒരു സംഭവം എന്താണ്? ഈ പൈസ ഒപ്പിക്കാൻ വല്ല പരിപാടിയാണോ? അല്ല, വിവരമില്ലാത്ത ചന്ദ്രനെ പോലെ. അല്ല, സ്കൂളേ ഫെയിൽഡാണ്. എവള് സ്കൂള് തുടങ്ങിയിട്ട് അവിടെ പഠിക്കുന്ന പിള്ളേര് പെൺമാണിപ്പം. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ സ്കൂളിൽ പൊട്ടിയതാണല്ലേ അറിഞ്ഞത്? അല്ലല്ല, അല്ലോ സാറൊക്കെ എവരെ സ്കൂളിൽ എങ്ങനെ സാറൊക്കെ പൊട്ടിയില്ല. സാറൊക്കെ ഇങ്ങനെ ഇത് പറയില്ല സാറൊക്കെ, അങ്ങനെ ഒന്നും പൊട്ടിയൊന്നുമില്ല. അവിടെ പിള്ളേര് വേണ്ടേ പൊട്ടായ ഒന്നത് ഈ ബാക്കി ഇരിക്കണേ പിന്നെ LKG ബിയിൽ സൂര്യബോസ് ഫെയിൽഡ്. എന്ത് തരം ചോദ്യമാണ് നിനക്ക് ഇഷ്ടം? എങ്ങനെയാണ് പിള്ളേരുണ്ടാവണേ? അതവനറിയാം. சூர்யா எப்படி குழந்தை வருது? ரூமுக்குள்ள போவாங்க, பூ வச்சிட்டு உள்ள போவாங்க, வரும்போது பூ பிஞ்சு போய் வரும். அப்புறம் ഗുഡ് അല്ല ഞാൻ പറഞ്ഞ സിനിമയിലൊക്കെ നമ്മൾ കാണത്തില്ലേ രണ്ടുപേരും? ഞാനത് ചെക്ക് ചെയ്യാൻ നോക്കിയേ, പിള്ളേര് വഴിതെറ്റിയിട്ടില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അതായത് മുല്ലപ്പൂവൊക്കെ വെച്ച് അകത്ത് പോകുന്നാണ് ഉദ്ദേശിച്ചത്. മുല്ലപ്പൂവായിട്ട് അകത്ത് പോകും, തിരിച്ചു വരുമ്പോ മുല്ലപ്പൂ എല്ലാം പൊട്ടി പോകുന്നാണ് ഉദ്ദേശിച്ചത്. മുല്ലപ്പൂ എപ്പടി സൂര്യ കിളിയത്? ഉള്ളപ്പൂ എന്താ தெரியுமா സൂര്യ? ഉള്ള പോയിട്ട് അവര് அந்த പൂവെല്ലാം അഴിക്കും, എന്നിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് എണ്ണും. അങ്ങനെ എണ്ണിയപ്പോഴാണ് എനിക്ക് നിന്നെ കിട്ടിയത്, മനസ്സിലായ സൂര്യ? പുറിഞ്ഞു പോച്ചാ? സ്കൂളില് നിനക്ക് എന്തൊക്കെ പഠിപ്പിച്ച അവിടെ? അല്ല ബയോളജിയിലെ 10ാം ക്ലാസ്സിൽ കൊച്ചുണ്ടാവുന്ന അവൻ പറയും മുല്ലപ്പൂ എടുത്തിട്ട് എണ്ണണം. മലയാളം ബാബുമാഷാണ് പഠിച്ചെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത്. മലയാളത്തിൽ ഒരു കവിത ചൊല്ലി നോക്കട്ടെ, അവൻ പഠിപ്പിച്ചതിന്റെ ഒരു ഗുണം. മലയാളം കവിത സൂപ്പർ. നല്ല നല്ല ഞാനൊരു കാരണം കേട്ടോ സൂര്യ, അപ്പി എന്ന് പറഞ്ഞാലും എലി എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്, അതുകൊണ്ട് അങ്ങനെ സെയിം ബട്ട് ഡിഫറെന്റ്. ഇനി ബാക്കി
அதுக்கப்புறம் ஸ்கூல்ல வந்து ஒன் டேபிள் சொல்லி தந்தாங்க. ஒன் டேபிள். വൺ ടേബിളാ മാത്സ് 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 ഞാൻ സാബുഗുരു മെമ്പർഷിപ്പ് സാബുഗുരു സിറ്റി വാ சார் 1 സാബുഗുരു വെക്കരുതല്ലേ സിറ്റി ഉണ്ടാ 1 1 சார் 1 1 2 சார் 2. സാബുഗുരു താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രിപ്ഷൻ. നിങ്ങളൊക്കെ സാബുഗുരു ഒരു 10 എണ്ണൊക്കെ ചെയ്യുന്ന വിചാരിച്ചേ. ബുദ്ധിമുട്ടിയല്ലേ പഠിപ്പിക്കാൻ എടി ഇത്ര കേവലപാഠ സ്കൂളില് എങ്ങനെ പിള്ളേരെ പാരന്റ്സ് വിട്ടയക്കും? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ, അവിടെ പഠിപ്പിക്കുന്ന അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ എന്റെ ഗേൾഫ്രണ്ട് മൊഷട്ട. ഇവക്ക് എന്തറിയാം? ഇവക്ക് എന്തറിയാം? എടി നീ 8ാം ക്ലാസ് പാസ്സായടി നീ. மேக்ஸ்ல எனக்கு क्वेश्चन கேட்பா அம்மா சூப்பரா சொல்லுங்க. PT സാർ ആരാണ്? PT സാർ ഏത് കണേ? ആ എടി ഞാൻ സാറേ കായികമായിട്ടെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തു. അതുകൊണ്ടാണല്ലോ കൊച്ചെങ്ങനെ ഉണ്ടാവുന്നത്. ഇതൊക്കെയാണല്ലോ PT സാർ അതിന് കൊച്ചെങ്ങനെ ഉണ്ടാവണമെന്ന് സാറാവേണ്ട കാര്യം ഒന്നും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഓ പിന്നെ അത് സാറല്ല, അത് കായികം ആ കുരുങ്ങിക്കുന്നതല്ല, അത് ബാക്കിയോട് കാണും. ഇത് കണ്ട, ഇതാണ് കാണിക്കുന്നുണ്ടാ ആ കണ്ട മുദ്രകൾ കണ്ട, മുദ്രകൾ സൃഷ്ടിക്കും. മുദ്രകൾ അതല്ല, ഇതണ്ട, ഇതാണ് സൂര്യ നമസ്കാരം. മുട്ടിലിരിക്കുന്നത് ഡോർ ഓപ്പൺ ആണോ? കണ്ടില്ലേ നീ? ഒരു സെക്കൻഡ്. കേട്ട് കഴിഞ്ഞാൽ ഈ സിറ്റി മുഴുവൻ പുളകിലാകും. അങ്ങനത്തെ അത്രയും ഹൈലി ആളുകൾക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റൂ. എവിടെ നമ്മുടെ സ്കൂൾ എന്റെ കൂടെ ജോലിയൊക്കെ ഇല്ല ഇവിടെ. അല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് കയറാൻ പറഞ്ഞ ജോലി ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എലി ഇവിടെ നിങ്ങള് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഏതൊക്കെ എന്താണ് മെയിനായിട്ട് ഡിഗ്രി ഏതൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്? ബുദ്ധി വരെ വെച്ചു കൊടുക്കും നമ്മള്. ബുദ്ധി വരെ വെച്ച് കൊടുക്കുവല്ലേ? അത് പ്രശ്നമാണ് കേട്ടാ ഇങ്ങനെ കമന്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. തലച്ചോറ് വെച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഇത് എല്ലായിടത്തും ഹേറ്റൊക്കെ ഉറവിടെ ഉണ്ടാക്കുന്നത് എലിയൊക്കെയാണ്. എന്നിട്ട് ഞാനാണെങ്കിൽ വരും വായ്ത്താളം അടിക്കും പോകും. അതറിയാം. അപ്പൊ താളം അറിയാം. ചന്ദ്ര ഇവര് പുതിയ ഗ്യാങ് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞോളേടാ. ഏതാ ഇവര് ഗ്യാങ് തുടങ്ങാൻ പോണെന്ന് ക്ലബ്ബ് തീരാറായി. വുമൻസ് ക്ലബ്ബ്. ഏറ്റവും കൂടുതൽ പെമ്പിളിനെ തള്ളക്കി വിളിക്കണം നീ. ഇവിടെ വുമൻസ് ക്ലബ്ബ്. ഇവിടത്തെ പെമ്പിളരെല്ലാം അടിച്ചമർത്തി. എടി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ക്ലബ്ബ് തുടങ്ങാൻ ഒരു വോട്ട് വല്ല വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര എന്താ എന്തായാലും വിളിച്ച നിന്റെ അച്ഛനല്ലടി. എന്ത് ക്വാളിഫിക്കേഷൻ ആണ് നിനക്കുള്ള ഒരു വുമൻസ് ക്ലബ്ബ് തുടങ്ങാൻ? പെമ്പിളരെ തള്ളക്കി വിളിക്കുന്നത് നീ റോങ് ആണ്. നീ വേറെ റോങ് ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, പക്ഷെ ഒരു അയ്യോ ഭൂലോക രംഭ ഇവളായിരിക്കും കോലീഡർ. കോ ഫൗണ്ടറാ? എനിക്ക് സ്വന്തമായിട്ട് ഫൗണ്ടർ ഇല്ല. എന്നിട്ട് വലിയൊരു ഫൗണ്ടറായിട്ടൊക്കെ ഇരിക്കുന്നതാണ് എനിക്ക് വയ്യല്ലേ ഇതൊന്നും. അതൊന്നും അല്ലേ ഇത് സംഭവം എനിക്ക് പിടികിട്ടി. എല്ലാ സിറ്റിയിലെ പെമ്പിള്ളേരെ എലിയുടെ അണ്ടറിൽ എടുത്തുള്ള എലിയുടെ ഐഡിയ അത് ഞാൻ കണ്ടായിരുന്നു. എന്നാ ലോറനോട് കൂട്ടണേ. എന്നാ കോ ഫൗണ്ടറായിട്ട് എലീന്റെ കൂടെ അലീനയുടെ കൂടെ ലോറ. അലീനക്ക് സമ്മതമല്ല, കാരണം അലീനയുടെ കാമുകനെ തന്തയ്ക്ക് വിളിച്ചത് അതൊക്കെ കേട്ടോണ്ട്. അത് ശരിയാണ്. അങ്ങനത്തെ ആൾക്കാരൊന്നും വേണ്ട സാറേ. അങ്ങനത്തെ ആൾക്കാരൊന്നും ഞങ്ങള് ക്ലബിലോട്ട് മാറ്റിയതാ. ആണല്ലേ? അത് വേണ്ട, അത് വേണ്ട, ലോറ വേണ്ട. അപ്പൊ നിങ്ങള് ഇതൊക്കെ
അപ്പൊ നിങ്ങൾ കോളേജും തുടങ്ങും ക്ലബ്ബും ആവോ? അതെന്ത് പരിപാടി? എന്ത് നമ്മള് ബിസിനസ് ഐഡിയസ് ഉള്ള പെണ്ണുങ്ങളാണ്. അപ്പൊ നമ്മള് പലതും തുടങ്ങും. നീ ഇങ്ങനെ വായത്താളം ചന്ദ്ര സ്കൂൾ വേറെ ക്ലബ്ബ് വേറെ ചന്ദ്ര. ഈ ക്ലബ് എന്ന് പറയുമ്പോഴത്തേക്ക് എലി വല്ല പരിപാടി നടക്കൂടാ. ഈ നടുവുളക്കുന്ന കിളവികളൊക്കെ വിളിച്ച ആരെയും വരുവാണ്. ഞാൻ പറയുന്നത് ഇവന്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. കൊറേ നേരം കോൾ ഒന്നല്ല, എനിക്ക് സംശയം കേട്ടോ ഇവിടെ ഇവിടെ എന്നെ ചതിക്കണോന്ന്. ആരെയാ വിളിക്കുന്നത് എത്ര നേരമായിട്ട്? കൊറേ നേരമല്ലേ ഈ കോള്? ആര് കൂടെ ഉണ്ട്? സ്പീക്കർ ഇട്ടാണ്. കൊറേ നേരമല്ലേ കോള്? കൊറേ നേരമല്ല. എല്ലാം അറിയണോ? സംശയമാണോ? അന്ന് മുതുക്കി വെച്ച് എന്താ പറഞ്ഞേ? എന്ത് പറഞ്ഞു? ഞാനൊന്ന് ഞൊടിച്ചോണ്ടല്ല, പെമ്പിള്ളേർ എക്സാം ഒന്ന് ക്യൂ നിക്കും കേട്ടാ. വേണ്ട ഇപ്പൊ ഞൊടിക്കില്ല. അപ്പൊ അതിനെ ഈ പഴയ സ്കൂൾ എനിക്ക് എന്റെ പേര് എഴുതി തരുമോ നിന്റെ? നോക്കിയിരുന്നു. റബ്ബർ ബാൻഡ് വാങ്ങിച്ചാ വലിച്ചോ? ഇത് ശരിയല്ല കേട്ടാ. ഇങ്ങനെ ഉടനെ സമയം ബ്രേക്കപ്പിന് സമയം വരുന്നുണ്ട്. പറഞ്ഞാലും അവനാ കൊള്ളുന്നത്. അലീന ഇല്ല എലി ആ റബ്ബർ ബാൻഡ് എന്താ പറയാ വലിക്കാൻ? പാസ്വേഡ് തന്നിട്ട് പോയാണ് അവസാനായിട്ട്. പോട്ടെ ഒന്നുമില്ല. മനസ്സിൽ ഒരു കല്ലൊക്കെ ഇറങ്ങിയത്. ആ പോട്ടെ ശരിയാവില്ല. കിട്ടിയല്ലോ. താങ്ക് യു സോ മച്ച്. കൊന്നിട്ട് പോയാലോ? എന്താ നമ്മളെ കണ്ണാപ്പി ആ ബോർഡ് നോക്കിയാടായിരുന്നു. അല്ല അങ്ങനെ പറഞ്ഞല്ല, പക്ഷെ റിയൽ ലൈഫിൽ ഇവര് നല്ല കാര്യം. ഇത് ആർപി അല്ല, ലൈക്ക് നമ്മള് ആർപ്പിക്കത്തുള്ള പറഞ്ഞത്. പക്ഷെ ഇത് ഇറ്റ്സ് ഗുഡ്. ഹലോ ആരാ എന്റെ കോഴികൾ അലീന കോഴികൾ കറങ്ങി നടക്കുന്നുണ്ട്. അലീന കോഴികള് മനസ്സിലായ പട്ടി പാ ഒരു കൊച്ചു പയ്യനാണ്. എന്തൊക്കെയാണ് നീ പറയണ കണ്ണാപ്പി? പിഞ്ചു കുഞ്ഞോ? അവന്റെ വായിൽ പിഞ്ചാണോ വരുന്നേ? സർക്കെ സൂര്യകാരുടെ ബ്രേക്കപ്പ് ആയെന്നാണ് അവൻ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞു നടക്കണ. ഒരു കൊച്ചു പയ്യൻ നിന്റെ ലൈഫിൽ കയറി മാന്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ണാപ്പി ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അത് പുറത്തുണ്ടായിരുന്നു. നീ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട്
വിഷമമുണ്ടാടാ എനിക്ക് അണ്ണനെ പറഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് വിഷമമൊന്നുമില്ല, അല്ലെങ്കിൽ വിഷമം വന്നേനെ. എന്തിനു പറഞ്ഞാ ജോക്കിക്ക് എന്തിനു പറഞ്ഞത്? അണ്ണ വെച്ച് ലോറ എന്ന മാളത്തിൽ ഇറങ്ങി വെച്ച്. അപ്പം അതിന് ഞാൻ മാളത്തിൽ കയറിയില്ലല്ലോ എന്ന് പറഞ്ഞവള്. അണ്ണ അല്ല അവള് തിരിച്ച് അപ്പൊ തന്നെ വെച്ച് മാളത്തിൽ അണ്ണ ഇറങ്ങി തേച്ച്. അപ്പൊ അങ്ങനെ തിരിച്ചതൊക്കെ പറഞ്ഞ് അവരിതായി. നിന്റെ ഗേൾഫ്രണ്ടാണെന്ന് അതേ അഹങ്കാരം ഉണ്ടാകും. അതിന് എന്റെ അടുത്ത് ചെറിയൊരു കാര്യം സംസാരിച്ചായിരുന്നു. 10 അത് പക്ഷേ ചന്ദ്രന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഇല്ലെന്ന് എന്ത് മിസ്റ്റേക്ക്? അല്ല അല്ല എന്ത് മിസ്റ്റേക്ക് ഉള്ളത്? നീ അത് കണ്ടായിരുന്ന കണ്ണാപ്പി? നീ അത് കണ്ടായിരുന്ന? നീ അത് കേട്ടാ? എന്നെ പൂജിച്ചടാ. പിന്നെ നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലോറ വന്നതിന് ശേഷം ഭയങ്കര മാറ്റങ്ങളുണ്ട് കണ്ണാപ്പി. നീ ഒരു മാറ്റമില്ല, ഒരു മാറ്റം ചെറിയ വള്ളിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെ നീ ഇപ്പൊ ഒരു വള്ളി പോലും എടുക്കുന്നില്ല. നീ ഇപ്പൊ ലോറയ്ക്ക് വേണ്ടിയല്ലേ വള്ളി എടുക്കാൻ നടക്കുന്ന സെറ്റില്. എന്റെ ശബ്ദം എന്റെ എല്ലാവരും ശബ്ദം കേട്ട് അപ്പഴേ ഓടുകണ്ട, അല്ല സംസാരിക്കുന്നില്ല. എങ്ങനെയുണ്ട് സിറ്റി? കൊറേ സിറ്റിയൊക്കെ കണ്ടിട്ട് എന്താണ്ട്? അല്ലാതെ ബോബിന്റെ അടുത്ത് ചോദിക്കുന്നതിന് കൂടുതൽ ബെറ്റർ മാമിന്റെ. അല്ലല്ല നീയേ, ഞാൻ ഒരു കാര്യം പറയാം. നീ TKRP സ്റ്റക്കാണ് ഇപ്പൊ. അവിടെ നിന്ന് അല്ലല്ല, TKRP സ്റ്റക്കാണ്. അവിടെ കൊറേ ഇവോൾവ് ആയി. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരണം, പഠിച്ചു വരണം. ഉടനെ മറ്റേ റെബൽ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ. മാമ ഇവിടെ മറ്റേ റിബൽ, ഇവിടെ മറ്റേ റിബൽ എന്നൊരു സാധനം ഇറക്കണോ മാമ? ഞാൻ നോക്കിയപ്പോ മാമ നൈസായിട്ട് മാമൻ റബൽ വെച്ച് മാമന്റെ സ്റ്റാർട്ടിംഗ് സൂട്ട് ഉണ്ടാക്കി കളഞ്ഞു. സത്യം പറയാം, അതിൽ നിന്ന് വെട്ടി ഓരോന്നോരോന്നോരം എടുത്ത് ആൾക്കാർക്കൊക്കെ കൊടുത്ത് അതിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അതുപോലെ. അല്ല എന്നിട്ട് അതില് ഞാൻ സരക്കെ ഞാൻ പറഞ്ഞേടാ, എനിക്ക് അതിന് റോൾ എന്തെങ്കിലും റോൾ തരണേന്നേ. അപ്പൊ എനിക്കത് റോൾ എന്താ പറയട്ടാ? അതായത് അളിയൊരു മഡ്രൈസിങ് കൊറേ പേര് ബൈക്ക് ഓട്ടിക്കുന്നു. അന്നേരം ഒരു നിഴല്, ഞാൻ ഒരു നിഴലായിട്ട് പിന്നെ പാട്ട് ഉണ്ട്. എന്നിട്ട് കണ്ണാപ്പി ഒരു വലിയൊരു മോൺസ്റ്റർ വണ്ടിയിൽ പറഞ്ഞത്. അതൊക്കെ മഷിയായിപ്പോയി. അതൊക്കെ കണ്ണാപ്പിക്കൊക്കെ ആനിവേഴ്സറി കോൺഫിഡൻസ് ഉണ്ട് അവന്റെ. 4 വർഷം എന്നാ ഇവിടെ വെടിച്ചൊല്ലാൻ പറ്റുമോ? ഇവിടെ വെടിച്ചൊല്ലാൻ പറ്റുമോ? നീ നൈസായിട്ട് അവനെ വിളിച്ചോണ്ടിരോ? ഉണ്ടടി ബാഗ് ഉണ്ടടി ബാഗ്. ഒരു കാര്യം പറയട്ടെ, എല്ലാരും പറഞ്ഞ നാളെ പിന്നെന്ത് നാളെ ആനിവേഴ്സറി എന്നാ പറയുന്ന കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ അല്ല ഹാപ്പി ആനിവേഴ്സറി. ഞാനല്ല എടി ഹലോ ട്രീസ, എന്ത് ഒന്നും കഴിക്കത്തില്ലല്ലോ. എല്ലാരും മാറി സാറ്. ഇതെന്താ മാമ വിരിഞ്ഞല്ല
ബാബാ, നീ തിരിച്ച് സ്ലോട്ടിൽ കയറിയിരുന്നോടാ? അല്ല അപ്പോ സരക്ക് ആലോചിച്ച് നോക്കണം. വെളിയിലൊരു കുടില് പണിയാ. ഞാൻ പറഞ്ഞേ ആക്റ്റീവ് ആവാൻ പറഞ്ഞേ. 250 രൂപ അടയ്ക്കാത്തോണ്ട് അതും എടുത്തു കളഞ്ഞു. കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരാഴ്ച വരും. ഒരാഴ്ച മെസ്സേജ് ഞാൻ ഇപ്പൊ ആക്റ്റീവ് ആവും. അത് കഴിഞ്ഞിട്ട് ഫുൾ കമ്മിറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ഒരു പോക്ക് അങ്ങ് പോകും. ഞാൻ പറയടാ കഴിവേറി നിന്നെ അന്ന് ആക്കിയിരുന്നെങ്കിൽ. മാമ, നീ ഒരാഴ്ച ആക്റ്റീവ് ആയിട്ട് ഇപ്പൊ കുറച്ചുകൂടെ കാണാനേ ഇല്ല ആ വഴി. ഒരാഴ്ച അടിച്ചിട്ട് അടുത്ത ഒരാഴ്ച ഇല്ല ഒരാഴ്ച അടിച്ചിട്ട് അടുത്ത ഒരാഴ്ച സെന്റ് അടിക്കും. എന്നിട്ട് മൂന്നാമത്തെ ആഴ്ച ആളെ കാണൂല. നടക്കൂല മനസ്സിലാകുമ്പോ പിന്നെ കാണില്ല. എനിക്ക് വാ ട്രീസ. എന്തുറ്റി ഡ്രസ്സൊക്കെ കീറിയിരിക്കുന്നത്? എന്തുറ്റി? ഓ എനിക്ക് ആണോ? അതന്നെ. അപ്പൊ ഫുഡൊക്കെ കഴിക്കണ്ടേ സമയത്തിന്? ഡ്രസ്സൊക്കെ കീറി. വാ സരക്കെ അതെ ട്രീസ. ചന്ദ്രയാളെ നീ എപ്പോഴും ഇവിടെ കാണുമ്പോ അടിച്ചു കൊല്ലുന്നില്ല. ഇല്ല ഇപ്പൊ കൊല്ലാറില്ല. എപ്പൊ കൊന്നു കള്ളം? എടി നിനക്ക് ഓർമ്മ ഉണ്ടോ? എനക്ക് ഓർമ്മ ഉണ്ടോ? എന്തിനാണ് ഈ ഫ്ലെക്സിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കണം? പിന്നെ ബോധിപ്പിക്കണം. ഞാൻ ഇത് സരക്കെ ട്രീസ കമ്മിറ്റിലൊക്കെ അറിഞ്ഞായിരുന്നോ? കളിക്കില്ല. അല്ല എനിക്ക് അതാണ് പറയാനുള്ളത്. സരക്കിന് ആരോ മാനസികമായി പീഡിപ്പിക്കുന്നു. ഹലോ, എനിക്ക് ഞാൻ ഈ ഫ്ലക്സിന്റെ കണ്ട ആൾക്കാരുടെ മുതുകത്തൊന്നും ചാടിക്കാന്ന് ഇരിക്കുന്നില്ല കേട്ടോ. കെവിയുള്ളവരെ വെച്ച് വാറം നടന്നു. മാമന്റെ അപ്കമിങ് സോങ് ഉണ്ട്. ഞങ്ങള് 2 ബാറ് ചന്ദ്രൻ പാടുന്നത് അതാണ്. മാമന്റെ അപ്കമിങ് സോങ് ആണ്. വെടി എന്നാണ് പേര്, സോങ്ങിന്റെ പേര്. അപ്പൊ അതിന്റെ 2 ലിറിക്സ് ഞാൻ മാമ എനിക്ക് പാടുന്നത്. ഞാൻ പാടി കേൾപ്പിക്കാം. മുഖം മുറിഞ്ഞ് ആ കല്ല് പെറുക്കിട്ട പാത വിരിക്കുമ്പോ വില്ലുവണ്ടി പാടുന്ന നീ പാടണ്ട. നീ ഒന്ന് പാടിയ വേടന്റെ പാട്ട് ഇവൻ എനിക്ക് ഇവന്റെ ശൈലി എഴുതി പാടി എനിക്ക് എഴുതിട്ട് പറഞ്ഞ് അവന്റെ പക്ഷേ പാട്ടെന്ന് പാട്ടാണിത്. ചെറുതായി പോടാ. വല്ലാത്ത പ്രശ്നമാണ്. എടാ എനിക്ക് നിങ്ങളെ ഞാൻ നോർമലാണ്. പിന്നെ ഇപ്പൊ ശരി പിന്നെ പണിയുന്നടാ ആരോ. അതുപോലെ തന്നെ എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അല്ലിനെ എന്താ പറഞ്ഞത്? അതായത് അവന്റെ അടുത്ത് ഓമിത്തരം പറയാതെ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. അങ്ങനല്ല പറഞ്ഞത്. പോണത് കണ്ണാപ്പി കൊച്ചു പിള്ളേടുത്ത് അനാശായിട്ട് സംസാരില്ല. കണ്ണാപ്പി മോശമാണ്. അലീന മലയാളി, കൊച്ചു മാത്രം എന്താണ് തമിഴ്? അതൊക്കെ സ്വന്തം പാടുന്ന പറയണം. ഞാൻ പേട്ടെ നീ അപ്പൊ ഏലിന്റെ മോനാണാ? അല്ലല്ല, പിന്നെ അച്ഛനും പറഞ്ഞു നടക്കുന്നവൻ. പിന്നെ അപ്പൊ നിന്നെ നമ്മള് നീ ഏലി നിനക്ക് എന്തേലും കഴിവുണ്ടായിരിക്കും. നിനക്ക് നീ ഇൻകേസ് ഏലിന്റെ കുഞ്ഞാണെങ്കിലും നിനക്ക് ഏതോ കഴിവില്ലാത്ത ഏലിന്റെ കുഞ്ഞാ നീ. കൊച്ചു കൊച്ചൊക്കെ തന്തലത്തെ വിളിക്കുന്നത് നിന്നെ. എന്തിനാ കണ്ണാപ്പിടേ? ഇങ്ങോട്ടെ സൂര്യ ഇങ്ങോട്ടെ. ഹലോ ഹായ്.
പറ്റിയിട്ടില്ല. ഇതല്ല എന്നെ ഇടിച്ചവൻ പോയി. എന്നെ ഇടിച്ചവൻ 2 കിലോമീറ്റർ അപ്പുറത്തെത്തി. നീ എന്തിനാ ഇവിടെ വന്ന് ഷോ ഇറക്കണേ? ഹലോ ബ്രോ ഞാൻ കണ്ടില്ല. ഇല്ല ഇറ്റ്സ് ഓക്കെ. സൂര്യ ഡേ കണ്ണാപ്പി എടുത്ത് വിട്ട് റോസി ആയിരുന്നു ഇയാള്. കണ്ണാപ്പി എടുപ്പ് സൂര്യ റോസി നിന്റെ അച്ഛൻ ഇവിടെ ഒരു കൂട്ടം കൂട്ടം ചിഞ്ചിത് ബോസ് ഇതാരാ? ഹലോ അല്ലേ ഈ കുട്ടി ഇഞ്ചു ഏബിളിന്റെ ആരാ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല ബോസ് മിന്നലേ പാടി വരൂ. ഓക്കെ അപ്പം നടക്കട്ടെ. എൻജോയ്. സിഞ്ചു അല്ല ഏബലേ നാളെയാ